ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക് എന്ന് മാത്രം പറയാൻ പറ്റും, ഒരു ഡെസേർട്ട് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പാലും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നോമ്പും ചൂടൊക്കെ തന്നെ എല്ലാവരുടെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചവരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരക്കപ്പ് അളവിൽ ചവരി ഇട്ട് കൊടുക്കാം. ചവരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിത് ചവരി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് മാറും. അതായത് കണ്ണാടി പോലെ ഇങ്ങനെ തിളങ്ങണ പോലെ ആവും കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കൊഴുപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. നല്ല മണിമണി പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ അളവിൽ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചെറുതായിട്ടൊരു കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി തിക്കായിട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ നമുക്ക് ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് മതിയാവും. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കണില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാനില എസൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ പാൽ ചൂടാക്കുന്ന സമയത്ത് ഒരു 2 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ മണം അങ്ങ് വന്നതിന് ശേഷം അത് മാറ്റി കളയാം. ഇനി നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പച്ചമുന്തിരി ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും 2 ആക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയാണ്. അതൊരു 8-10 എണ്ണം ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവരിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇത്തിരി കൂടെ ലൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലൂസാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നല്ലപോലെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പും ദാഹമൊക്കെ മാറുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.